വെൽക്കം ബാക്ക് ടു another പാർട്ട് ഓഫ് our ചെന്നൈ ട്രാവൽ എപ്പിസോഡ്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ സാരി ഷോപ്പിംഗ് വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ് നിങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിൽ കാണുന്നത്. വരൂ വിജിക്കാണ് ഇവിടുത്തെ സാരി സ്റ്റോഴ്സിനെ കുറിച്ചൊക്കെ ഒരു അറിവുള്ളതല്ലേ. എവിടെയാണാവോ, മുകളിലാണ് താഴെ. അപ്പോൾ ചെന്നൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ കാഞ്ചീപുരം സാരീസിൻ്റെയും അതുപോലെ തന്നെ പ്യോർ സിൽക്ക് സാരീസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഇഷ്ടം പോലെ സ്റ്റോഴ്സ് ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് വീവേഴ്സിൻ്റെ ഒന്നും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു അടിപൊളി ഒരു സ്റ്റോറിലാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരുടെ നേരത്തെ സാരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ചെന്നൈയിൽ വരുമ്പോൾ ഇവിടെ വന്ന് ഈ സ്റ്റോറിൽ നേരിട്ടൊന്ന് ഷോപ്പ് ചെയ്യണം എന്ന് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ദക്ഷിണം സിൽക്സിൽ വന്നേക്കുന്നത്. പോയസ് ഗാർഡനിൽ തന്നെയുള്ള ദക്ഷിണം സിൽക്സിലാണ് എത്തിയേക്കുന്നത്. ഞാൻ അധികം അങ്ങനെ സാരി മേടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ഡെഫിനറ്റ്ലി ഉടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹാബിറ്റാണ് വൺസ് ഇൻ എ വൈൽ ഒരു നല്ല സാരി മേടിച്ച് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതെപ്പോഴെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ എപ്പോഴെങ്കിലും അത് ഉടുക്കാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പിൽ അതിങ്ങനെ മേടിച്ച് വെക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഒരു ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ സാരീസ് പർച്ചേസ് ചെയ്ത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം വന്ന സമയത്തായിരുന്നു. അപ്പോൾ അല്ലാതെ അങ്ങനെ അധികം സാരീസ് ഞാൻ മേടിക്കാറില്ല. ഇതൊരു ഭയങ്കര എലഗൻറ്റ് ആൻഡ് ക്ലാസി ആയിട്ടുള്ളൊരു സാരി സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനെയുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് പർച്ചേസ് ചെയ്യാനാണ് ഇഷ്ടം. ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൂം വെച്ചിട്ടുണ്ട്. അപ്പം അത് ഹാൻഡ്ലൂമല്ലേ, സാരി വീവ് ചെയ്യുന്നതൊക്കെ നമുക്ക് ശരിക്കും ഇവിടെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ വീവർ ഇവിടെ ഇല്ല, അപ്പോൾ അത് കാരണം നമുക്കത് കാണാൻ പറ്റില്ല. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു സിസ്റ്റം എന്താണെന്നൊക്കെ ഉള്ളത് അവർ കാണിക്കും. ഡോണ്ട് ടച്ച് പ്യോർ സിൽക്കാണ്. ഇപ്പോൾ ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് സാരീസൊക്കെ പർച്ചേസ് ചെയ്യാം. നമുക്ക് ഒത്തിരി ടൈമൊക്കെ എടുത്തല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ കൺവീനിയൻ്റ് ആയിട്ട് പീസ്ഫുൾ ആയിട്ടിരുന്ന കുറേ ടൈമൊക്കെ എടുത്ത് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വലിയ വലിയ സ്റ്റോഴ്സിൽ പോകുമ്പം ഒത്തിരി തിരക്കുള്ളത് കാരണം ചിലപ്പോൾ നമുക്ക് അധികം നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ദക്ഷിണം സാരീസിലെ സാരീസ് ഉണ്ടല്ലോ ഭയങ്കര യുണീക്കാണ്. നമ്മൾക്ക് ഇപ്പം സാധാരണ സ്റ്റോഴ്സിൽ നമുക്ക് കാണാൻ കഴിയാത്തത്ര വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര ക്ലാസി ആയിട്ടുള്ള സാരീസ് നമുക്കിവിടെ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരെ. സോ ഇതൊക്കെ ഇവരുടെ എന്താ പറയുക ബ്രൈഡൽ കളക്ഷനൊക്കെയാണ്. ഇത് ബനാറസി സിൽക്കും ഉണ്ട്, അതുപോലെ തന്നെ ബനാറസി ടിഷ്യൂ, ബനാറസി ടിഷ്യൂ സാരീസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് സോഫ്റ്റ് സിൽക്ക് കുറച്ചും കൂടി കാഷ്വൽ റേഞ്ചിൽ വരുന്നതാണെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ യുണീക്ക് കളക്ഷൻസ് ആണ്. ഐ തിങ്ക് യു വോണ്ട് ഹാവ് റെപ്ലിക്കേഷൻ ഓഫ് വൺ സാരി, റൈറ്റ്? So we do only on the customization മാത്രമാണ് കൂടുതലും ഉള്ളത്. And we can do customization if you want some particular color. നല്ലതാണ്, നല്ല കളർ ഷെയ്ഡ്. And these all have pure ഗോൾഡ് സാരി അല്ലേ. ഇതൊക്കെ ബ്രൈഡൽ റേഞ്ചിൽ വരാം. നിങ്ങൾ ഈ ശരിക്കുള്ള എന്താ പറയുക, ഞാൻ എപ്പോഴും ഐ എം എ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഓക്കെ, സോ ജനറലി മൈ ബ്രൈഡ്സ് പ്രിഫർ ഗോയിങ് ടു the larger stores, like where, and they always end up not getting the right saree that they wanted. So it's all like I think people should start coming to places like Dakshinam sarees. In that case we can do customization also. Right. If they want to weave some story, some temple or some design which is very attached to their. ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ
ബനാറസി കളക്ഷനാണ് ഇവരുടേന്ന് ഞാൻ ദക്ഷിണം സാരീസ് എന്ന ഒരു സാരി ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ആ ഒരു വിഷ്വലും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. സൂപ്പർ ഇംപ്രസ്ഡ് ബൈ ദ സാരി. ഒരു ചില്ലി റെഡ് സാരി വിത്ത് കോഫി ബ്രൗൺ ബോർഡറാണ്. ഭയങ്കര ആ ഒരു ഓൾഡ് വേൾഡ് സാരി എന്നൊക്കെ പറയത്തില്ലേ, പണ്ടൊക്കെ നമ്മുടെ അമ്മയുടെയും അമ്മമ്മമാരുടെയൊക്കെ കളക്ഷനിലുള്ള സിൽക്ക് സാരീസ്, കാഞ്ചീപുരം സാരീസിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് ബൂട്ടാസും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. സോ ഇറ്റ് ഈസ് വെരി പ്രിറ്റി. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ചെന്നൈയിൽ വരുമ്പം ഇവിടെ വന്ന് ഇവരുടെ കളക്ഷൻ സാരി മേടിച്ചില്ലെങ്കിലും കളക്ഷനെങ്കിലും കാണാൻ വേണ്ടിയിട്ട് വരണം. ബ്യൂട്ടിഫുൾ കളേഴ്സാണെന്ന് നോക്കിക്കേ. ഇതിൻ്റെ മാംഗോ യെല്ലോ പോലും ഉണ്ടല്ലേ. ടെമ്പിൾ വർക്ക് ശരിക്കും. ഇതൊക്കെ ഇങ്ങനെ ബ്രൈഡലിൻ്റെ കോൺട്രാസ്റ്റ് സാരീസാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ് ഇത്, നമ്മൾ പിടിച്ചാൽ ഒതുങ്ങുന്ന മറ്റേത് നല്ല കട്ടിയായിട്ടിരിക്കും. അതെ, പ്യുവർ ഇത് റയറായിട്ടുള്ള ഇത് ഈ ബ്രിക്ക് റെഡ് സാരി വിത്ത് ടച്ച് ചെയ്ത് നോക്കി. I have something very similar in pink. Okay, nice. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഈ മറുവീടിന് കൊടുത്ത സാരി വെരി വെരി സിമിലർ. പക്ഷെ അത് ഫുൾ ഇതാ. ലൈറ്റ് വെയിറ്റ്. അതല്ലേ. So it will go raising like this. And then on the pallu. Wow. Get full. ആ ഒരു സിൽവർ ഇത് വരുന്നു. വീഡിയോ ഒന്ന് എനിക്ക് അയച്ചായിരുന്നു. പ്രമീലാൻറ്റിയുടെ മോക്കിൻ്റെ കല്യാണം വരും. ആണല്ലേ. This is 29,726. 29,700. The blouse. Yeah, so this comes with the blouse. So that will be. Why you are always styling this side? Which one? The tassels. Because when they weave on the loom, so they will leave some threads, and after that only they will start another sari. Helps. So that's why these threads, even on the blouse, so that you have a difference, like little difference between blouse and pallu. And few people like these tassels, so that's why they leave it. അല്ല, അതിപ്പോൾ ബ്ലൂ സാരിയുടെ തന്നെ കളർ ചേഞ്ച് ആണ്. ഈ മാംഗോ യെല്ലോ And like baby pink. ആൻഡ് baby pink. പക്ഷേ ഇതിൽ ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന തന്നെ എന്താ പറയുക, നമുക്ക് എനിക്ക് ഈ ലാവൻഡർ അതുപോലെ തന്നെ പേർപ്പിൾ കളറിൽ വരുന്ന ഈ സാരീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വാട്ട് ഇസ് ദിസ് ഫാബ്രിക്? ദിസ് വൺ ടിഷ്യൂ ക്രീം. വാട്ട്സ് എ പ്രൈസ് റേഞ്ച്? 14 to 18. It's Banarasi or? No, it's from മൈസൂർ സിൽക്ക്. ഓക്കെ, ഇത് മൈസൂർ സിൽക്ക് ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കാണ്, വെരി എലഗൻറ്റ് ലുക്കിംഗ്. ഇതൊക്കെ ഒരു 14 to 16 റേഞ്ചിൽ വരുന്ന സാരീസാണ്. ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള ഒരു കളറും ഫീലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എനിക്ക് നേരിട്ട് കാണുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, ഫോണിൽ കൂടെ കാണുമ്പോൾ ഇറ്റ് ലുക്സ് വെരി ഡിഫറെൻറ്റ്. പക്ഷെ അല്ലാതെ ഭയങ്കര ഭംഗിയാണ്. നേരത്തെ കണ്ടതിൻ്റെ ഒരു ആപ്പിൾ ഗ്രീൻ കളർ, മസ്റ്റേർഡ് യെല്ലോ, ഇത് നോക്കിയടാ ഈ സാരി
ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണ്. കണ്ടില്ലേ, ബനാറസി ഒരു ബ്രൈഡൽ പർപ്പസിനൊക്കെ അടിപൊളിയാണ്. ഈവൻ ബ്രൈഡ്സിന് മാത്രമല്ല, ബ്രൈഡിൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. ഗോൾഡ്, ഇത് പ്യുവർ ഗോൾഡ് സറിയിൽ ചെയ്യുന്ന 5.5 grams ഓഫ് പ്യുവർ ഗോൾഡ് സറി. വാവ്. പ്യുവർ സറിയിൽ, ഗോൾഡ് സറിയിൽ 5.5 grams ഗോൾഡ് സറി എന്ന് പറഞ്ഞാൽ അതിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് കേട്ടോ. വെരി സോഫ്റ്റ്, വെരി ലൈറ്റ് വെയിറ്റ് കേട്ടോ. ബ്രൈഡൽ സാരിക്ക് ശരിക്കും ഇത്രയും ലൈറ്റ് വെയിറ്റ് സാരിക്ക് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ സ്ഥിരം ഡ്രേപ്പ് ചെയ്തല്ല ആ ഒരു പ്രൈസ് റേഞ്ച് 2,13,000 അതിനുള്ളതുണ്ട് കേട്ടോ. സോ ചില സാരീസൊക്കെ ഇല്ലേ നമുക്ക് ഭയങ്കര വാല്യുബിൾ സാരീസൊക്കെ നമുക്ക് ജനറേഷൻസ് പാസ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ പീസസ് ആയിട്ട് ആവശ്യമുള്ളത് ഇവരെ അപ്രോച്ച് ചെയ്താൽ മതി. കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. ഐ തിങ്ക് പ്രോബ്ലി ഈവൻ ദ മോട്ടീവ്സ് ക്യാൻ ബി കസ്റ്റമൈസ്ഡ്, റൈറ്റ്? നെയിം അങ്ങനെ കസ്റ്റമൈസ്, നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ പേഴ്സണലൈസ്ഡ് കാര്യങ്ങളൊക്കെ കാണില്ല. നെയിം, ഫേസസ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വേറെ പീപ്പിൾ ബ്രൈഡിൻ്റെയൊക്കെ ഫേസൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ വെരി പ്രിറ്റി സാരി. 2.5 ലക്ഷം രൂപയുടെ സാരിയെ വിജി. ഇതിപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് സാരി. ഞാനിത് കുറേ ഈ സാരിയുടെ പേജസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ബനാറസി, ഓർഗൻസ ബനാറസി, റൈറ്റ്? അങ്ങനത്തെ ഒരു കുറച്ച് ഇങ്ങനെ നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ ഇല്ലേ, അത് തന്നെയാണ്, പക്ഷേ ബനാറസി വീവാണ്. ഇതൊരു 12-13K റേഞ്ചിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ദേ കോൺട്രാസ്റ്റ് ഒക്കെ വരുന്ന നല്ല അടിപൊളി സാരീസ് ഉണ്ട് കേട്ടോ. വെരി നൈസ്. ഒരു പീകോക്ക് ബ്ലൂ കളർ. പക്ഷേ ഇതിൽ കാണുന്ന പോലെ അല്ല, ഇതിനകത്ത് കാണുമ്പോൾ കണ്ടോ ബ്ലൂവാ, പക്ഷെ അതിനകത്ത് ഗ്രീനാണ് ശരിക്കും. സോ പ്രിറ്റി. പക്ഷെ ഷൂട്ടിൻ്റെ ടൈമിന് നല്ലതായിരിക്കും, ആ ലൈറ്റ് വരുമ്പോഴത്തേന്. അതെ, എന്തോരം കളർ ഓപ്ഷൻസ് ആണ് നോക്കിക്കേ. പക്ഷെ എനിക്ക് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവുന്നു. ഗോർജിയസ് സാരീസ്. ഇതിൽ നല്ല രസമുണ്ട് കേട്ടോ ഈ സാരി. ഇത് ഓർഗൻസ ബനാറസി സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ മുന്താണി ഈ ഒരു സീ ഗ്രീൻ കളറും മറ്റേ ബോഡി ബേബി പിങ്ക് കളറും, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നടുക്ക് നമ്മൾ എടുക്കുന്ന പ്ലീറ്റ്സ് ഇല്ലേ, അത് ഏകദേശം ഈ ഒരു കളറിലുമാണ്. സോ 3 ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സാരി. ഡ്രേപ്പ് ചെയ്തിരുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ, യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയതാണ്. Guys, let's see what they are up to. ഇപ്പോഴത്തെ അവസ്ഥ പെട്ടു, മതിയായോ? വിജിക്ക് പ്രാന്തായി. അതെ, പക്ഷെ ഇനി വിജിക്ക് ഒരു മോട്ടിവേഷൻ ആയില്ലേ ഇവിടെ വരാനായിട്ട്? വല്ലാത്ത മോട്ടിവേഷൻ ആയിപ്പോയി. അതെ, വീട്ടിൽ നിന്ന് പുറത്താക്കും. വിജി എൻ്റെ അടുത്ത് പറയാം, ചേച്ചി എന്നെ ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കൊണ്ടുവരല്ലേ എന്നാണ് പറയുന്നത്. വെരി പ്രിറ്റി അല്ലേ, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. പക്ഷെ എനിക്ക് മറ്റതും ഇഷ്ടപ്പെട്ടു. അതെ, എലഗൻറ്റ്. ചിരിക്കുന്നേ. Coming to Chennai like after a very very long time, and when you think about Chennai, the first thing that comes to your mind is Kanjivaram, and you know the Kanjivaram sarees. A lot of people from Kerala come to Kanjivaram to buy silk sarees.
but they don't know that there are a very good number of silk saree places within Chennai, within the city. So I wanted to introduce my I had been following your page for a very long time. I വിചാരിക്കുന്നു ഇവിടുത്തെ സാരീസ് ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് കേട്ടോ. കുറെ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയാ, നമ്മൾക്ക് അതിനുള്ള സാഹചര്യം ഇപ്പോൾ അലോ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ മേടിക്കുന്നില്ല. ഈ ഒരു ഒക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും വന്ന് പർച്ചേസ് ചെയ്യാം. വൺ റിയലി ഗുഡ് തിങ് അബൌട്ട് ദിസ് പ്ലേസ് ഇസ് ദാറ്റ് നമുക്ക് ഒരു തിരക്കും അല്ലെങ്കിൽ കാരണം ഇവിടെ കൂടുതലും ആൾക്കാരൊക്കെ ഒന്ന് അപ്പോയിൻമെൻ്റ് ഒക്കെ വെച്ചിട്ട് അവർ കസ്റ്റമൈസേഷനും കാര്യങ്ങൾക്കും പിന്നെ വെഡിങ് പർച്ചേസിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ തിരക്കൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫുൾ ഡേ വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് ബ്രൈഡൽ സാരീസ്, സ്പെഷ്യലി ബ്രൈഡൽ സാരീസ് നിങ്ങൾക്ക് ഇവിടെ വന്ന് സമാധാനമായിട്ടായിരുന്നു നല്ലൊരു ആംബിയൻസിലായിരുന്നു, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് സാരി കണ്ടു മേടിക്കാൻ പറ്റും. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദിസ് പ്ലേസ്. ഇവിടെ നിങ്ങൾ ചെന്നൈയിലേക്ക് ഇതിന് വേണ്ടിയിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല. നമ്മളുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ കളർ ഓപ്ഷൻസ്, പാറ്റേൺസ്, വെറൈറ്റി അല്ലേ വിജി? നമ്മുടെ നാട്ടിൽ കാണുന്നതിനെക്കാട്ടും കൂടുതൽ നല്ല സാരീസ് ഇവിടെ കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു. These are all fabrics or These are sarees. sarees? Even these are sarees. Wow, so beautiful. Is it organza or This one is a Jamdani Kura. Jamdani Kura? This is? This one is an organza with woven sequins. So it's not stitched with thread. While weaving, they will put it inside. How is it Priced? priced? 9,400. കൊള്ളാല്ലേ സാരിയാ? So this is actually on the pallu. The saree is matka silk. Okay. Very unique. ഇതൊക്കെ ഇങ്ങനെ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ മെറ്റീരിയൽസ് ഉണ്ട്. So what are these used for? Blouses or? Yeah, most of them make blouses. Some make like blazer or narrow bands. എൻ്റെ or സാരിയുടെ straight. കൂടെ ഇത് നല്ലതായിരിക്കില്ലേ? നമ്മുടെ ആ സാരി കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ്. It's like classy, very classy pieces. പാരറ്റ് ഗ്രീൻ ഒക്കെ കണ്ടോ? ഇപ്പുറത്തെ സൈഡിലേക്ക് ലൈറ്റിംഗ് ഇങ്ങനെ എന്നിട്ടോ. ഇതൊക്കെ പല കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. കൂടുതലും സിൽക്ക്, അതുപോലെ തന്നെ ബ്രൊക്കേഡ് സിൽക്ക്, ബനാറസി സിൽക്ക്, അങ്ങനെ പല ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസസിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എടുക്കുന്ന സാരീസിന് നമുക്ക് കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഭയങ്കര യുണീക്കായിട്ടുള്ള കളേഴ്സ് ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ചെന്നൈയിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് ചെക്കൗട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ടാറ്റ പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാരി. ഞാൻ ദക്ഷിണം സാരീസിൽ നിന്ന് കുറച്ച് നാൾ മുന്നേ മേടിച്ചൊരു സാരിയാണ്. ഇതുവരെ ഉടുത്തിട്ടൊന്നുമില്ല, ഇങ്ങനെ മേടിച്ചിങ്ങനെ പ്രിസേർവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാരിയാണ്. ഇതൊരു ചില്ലി റെഡ്. എനിക്ക് റെഡ് സാരീസേ ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ചില്ലി റെഡ് സാരി വിത്ത് കോഫി ബ്രൗൺ ബോർഡർ.
ഇതാണ് ഞാൻ ഇപ്പോൾ മേടിച്ച സാരി. ഇത് നിങ്ങൾക്ക് ഈ സാരിയുടെ ബ്യൂട്ടി എത്രമാത്രം വീഡിയോയിൽ മനസ്സിലാവുന്നു എന്ന് എനിക്കറിയില്ല. ഇതൊരു വളരെ ലൈറ്റായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു സാരിയാണ്. സിൽവർ ജറിയാണ്. ഇതൊരു പ്യോർ ബനാറസി സിൽക്ക് സാരിയാണ്. വളരെ ലൈറ്റ് വെയ്റ്റും വളരെ സോഫ്റ്റും ആയിട്ടുള്ളൊരു സാരിയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ സാരി കളക്ഷൻ, എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള സാരീസ് കാണണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഇവന് വീട്ടില് ശങ്കര എന്നാണോ വിളിക്കുന്നത്? ഋത്വിൻ ജാട പേരുകളാ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടുകൊണ്ടിരിക്കുന്നത് സഞ്ചാരം ചെന്നൈ എപ്പിസോഡ്. കൊല്ലം നഗരങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു പ്രത്യേകതരം വസ്തുവാണ് അത്. പ്രിൻസ് ജ്വല്ലറി എന്ന് പറയുന്നത്. അത് ആ പ്രിൻസ് ജ്വല്ലറി അല്ല, അതറിയാമോ? അതറിയാം. ഇത് വേറെയാ, മറ്റേ ചുങ്കത്ത്. അതുകൊണ്ടല്ലേ അവര് പ്രിൻസ് എന്ന് മാറ്റിയത്. ചെമ്മൊഴി പൂങ്ക എന്ന ഒരു പൂങ്കാവനത്തിന് എനിക്ക് വയ്യ. അല്ല, ഇതിപ്പം ഇതിന് സഞ്ചാരത്തിന്റെ ഒരു ലെവൽ ആയിട്ടില്ല. ഒരു നമ്മുടെ പണ്ടത്തെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒക്കെ ഒരു അല്ലേ വിജി? അതിനും ഇച്ചിരി കൂടെ പ്രാചീന കാലത്തുണ്ടായിരുന്ന ലാംഗ്വേജ് ആണ്. അതെ, നമ്മള് കൊല്ലംകാരെ ആക്ഷേപിക്കുന്നു. ഇവളും കൊല്ലംകാരിയാണല്ലോ. ഇത്രയും നല്ല കാറ്, പേര് മാക്കൻ. MACAN. MACAN. അത് ചോദിക്കുമ്പോ ഹൈ റൈഡർ. നമ്മുടെ എന്ത് പേരാ? മാക്കൻ. കാറൊക്കെ എടുത്തു കേട്ടു. ഏതാ? മാക്കൻ. What's your problem, dude? What's your problem? Stop it. No, I won't. Okay. Then if you do that, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെ? റെഡി, സ്റ്റാർട്ട്. നമസ്കാരം. വാർത്തകൾ വായിച്ച എന്തോ ഓൾ ഇന്ത്യ റെഡിയാക്കി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് ഷേഖ് സയ്യിദ് റോഡിനെ അനുസ്മരിപ്പിക്കുന്ന ചെന്നൈയിലെ മൗണ്ട് റോഡിൽ കൂടിയാണ്. 1950കളിൽ പോലും ബഹുനില കെട്ടിടങ്ങൾ കൊണ്ട് സുസജ്ജമായിരുന്നു ഈ മൗണ്ട് റോഡ്. ഇന്ന് നിങ്ങൾ കാണുന്ന പല കെട്ടിട നിർമ്മാണ ശൈലികളും അന്നത്തെ കാലഘട്ടങ്ങളിൽ പോലും പ്രാചീന ബ്രിട്ടീഷുകാരെ കൂടി അമ്പരിപ്പിക്കുന്നതായിരുന്നു. അവരല്ലേ പണിഞ്ഞത്? പിന്നെ അവരെങ്ങനെ? ഞാനൊരു പറഞ്ഞു പോട്ടെ. അവര് പോയതിനു ശേഷം പണിഞ്ഞതായി. ഓ, അങ്ങനെ. അപ്പൊ പിന്നെ അവരെങ്ങനെ അമ്പരിപ്പിക്കുന്നത്? 1942 ക്വിറ്റിന്റെ സമരം വന്നപ്പോൾ ലോർഡ് മൗണ്ട് ബാറ്റൻ ഹെൽമെറ്റ് വാങ്ങി തിരിച്ച് ബ്രിട്ടീഷിലോട്ട് പോയ കടയാണ് നിങ്ങൾ ആ കാണുന്നത്. അവൾ ഏതെങ്കിലും ബിൽഡിംഗ് നീ വിശ്വസിക്കും? ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കത്തില്ല. അല്ല, പിന്നെ ഹെൽമെറ്റ് കട പോന്നു. എന്തെങ്കിലും പ്രത്യേകത? അവളിപ്പം എന്തായിരുന്നു, രജനീകാന്തിന്റെ വീടാന്ന് പറഞ്ഞാൽ അതൊരു വീടായിരിക്കുമല്ലോ. അതൊരു വീട് എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഇല്ല. രജനീകാന്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ പ്രത്യേകത. അതെ, തിളങ്ങുന്നല്ലോ, നല്ല തിളക്കം. ഇത്തിരി തിളങ്ങട്ടെ എന്ന് വിചാരിച്ചു. അത് മിക്കവാറും ചാടും. 5:30 ഇവിടെ ആ ഒരു ടൈമിൽ നല്ല ആംബിയൻസാ. ഇനി വരാമല്ലോ. ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കുറേ നാളായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് ദാമെത്തസ്റ്റ്. ഇവിടെ ഇങ്ങനെ ഒരു അടിപൊളി കഫേ ഉണ്ട്, അതുപോലെ തന്നെ വൈൽഡ് ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ നല്ല ഫങ്ഷൻസും ഈ ഫ്ലീ മാർക്കറ്റ്സും ഇതൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ സ്റ്റോഴ്സും ഉണ്ട്. അയ്യേ, അപ്പോൾ ഇതാണ്, ഞാൻ ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഇതെൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്. സ്കൂളിൽ ഞങ്ങളുടെ എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടാണ് സഞ്ജു. ഇത് സഞ്ജുവിൻ്റെ ബെറ്റർ ഹാഫ് വിജി. ഹായ്. അവർക്ക് വ്ളോഗ്സിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പിന്നെ നിർബന്ധിച്ച്, അല്ലേ, കുറെ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നിർബന്ധിച്ച്. പോടാ, പറയാൻ പറ്റത്തില്ല. അതാ, അതെ, അതാണ്. Looking at me. Do you want to take him home? Oh, yeah. Please.
Oh, this guy looks so We can give him a bath. Yeah, I want this. ഓ നല്ല ചെറിയ Oh, that's like a pretty garden. Nice space. അല്ലേ കൊതുകുണ്ടോ ഇവിടെ? അറിയാം. കേരള സ്റ്റൈൽ ഫിഷ് കറി റൈസൊക്കെ സാമ്പാർ റിസോർട്ടോ ഭയങ്കര ബുദ്ധിയാണല്ലോ. അങ്ങനെ പറ്റുമോ? വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നില്ലാതെ. Do you like this place? അങ്ങനെ ഞങ്ങൾ ചെന്നൈയുടെ വൈബ്സ് കിട്ടാൻ വേണ്ടി എവിടെ വന്ന് നിൽക്കൂടാ? Marina Beach. എൻ്റെ അമ്മോ മറീന ബീച്ചിൽ വന്നിട്ടുണ്ട്. India's second largest beach. ആണല്ലേ? ഞാൻ ഇങ്ങനത്തെ കുറെ ഫാക്ട്സ് ഒക്കെ പറഞ്ഞാ അങ്ങനൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് പണ്ട് ഞാൻ വന്നപ്പം ഇവിടെയൊക്കെ നിറച്ച് എലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി പേടിയായിരുന്നു അങ്ങോട്ട് വരാൻ. എന്നാലും ഇപ്പോൾ വന്നപ്പോൾ വലിയ കുഴപ്പമില്ല. Have you tried? ഇതെന്ത് ഗണ്ണാ? Shoot at the balloon. Hold ചെയ്തിട്ട് ചെയ്യ്. വർഷങ്ങൾക്ക് ശേഷം ഒരു വെറൈറ്റി സംഭവം കണ്ടു. നമ്മുടെ പക്ഷിശാസ്ത്രം. പണ്ടൊക്കെ സിനിമയിലൊക്കെ മലയാള സിനിമകളിലൊക്കെ ഇങ്ങനെ കാണുന്നൊരു സംഭവം. எதுவுமே அவசரப்படாமல் இருங்க, என்னைக்கும் நல்லா இருப்பீங்க. நல்லா இருக்கும். சரஸ்வதி படம் வந்திருக்கு, அதனால பையன் வாழ்க்கை என்னைக்கும் நல்லா இருக்கும். നല്ല പഠിക്കുംടാ നീ. நான் வாழ்ந்த வாழ்க்கையை விட பையன் வாழ்க்கை 4 மடங்கு. നമ്മുടെ ഫേവറേറ്റ് ആക്ട്രസ്, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ശോഭനയുടെ വീടാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ വരുന്ന വഴിക്ക് ഇത് കണ്ടു. എല്ലാവർക്കും നമ്മളുടെ ഈ ചെന്നൈ ട്രാവൽ എപ്പിസോഡ്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പം തിരിച്ചു പോകേണ്ട ടൈമായി. നമ്മളുടെ ഓണം വെക്കേഷൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുന്ന ടൈമായി. അപ്പോൾ വി ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് വിജി, സഞ്ജു ആൻഡ് മോൻ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇനി ചെന്നൈയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ.